നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില വീഴ്ചകൾ വന്ന് ഭവിക്കാറുണ്ട്. അത്തരം ഘട്ടങ്ങളെ നാം പ്രതിസന്ധി എന്ന് പറയും. പ്രതിസന്ധി പല രൂപത്തിലാണ് പലർക്കും ഉണ്ടാവുക. ചിലർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ അപ്രതീക്ഷിതമായ രോഗം നിമിത്തം സംഭവിക്കാം. ചിലർക്ക് ഇഷ്ടപ്പെട്ട ഭവനത്തിൻ്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് മുമ്പ് ഉണ്ടാകുന്ന കടുത്ത സാമ്പത്തിക തകർച്ചയിൽ നിന്ന് പ്രതിസന്ധി നേരിടാം. ഏതുവിധത്തിലുള്ള പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാൻ കഴിയാതെ മനസ്സുലയുന്ന നിമിഷങ്ങൾ ചിലപ്പോൾ വന്നുപെടാറുണ്ട്. പ്രതിസന്ധി എന്ന വാക്കിന് ക്രൈസിസ് എന്ന ഇംഗ്ലീഷ് പദമാണ് സാധാരണ കേൾക്കാറ്. ക്രൈസിസും ക്രൈസ്റ്റും തമ്മിൽ അഭേദ്യമായ ബന്ധമുള്ളതായി നമുക്ക് മനസ്സിലാകും. യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ കുരിശുമരണം വരെയുള്ള ജീവിതം നിരവധി പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പരസ്യ ജീവിതകാലത്ത് അദ്ദേഹം ലോകത്തിനായി നൽകിയ ഉദ്ബോധനങ്ങൾ മിക്കവാറും പ്രതിസന്ധി നിറഞ്ഞ ജീവിതങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു. പത്രോസ് യേശുവിനെ അഭിമുഖീകരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. രാവ് മുഴുവൻ വലയിട്ടിട്ടും ഒരു മീൻ പോലും ലഭിക്കാതെ നാളെ എന്ത് ചെയ്യും എന്ന ഉത്കണ്ഠയുടെ നടുവിൽ നിൽക്കുമ്പോഴാണ് യേശു പത്രോസിന് പ്രത്യക്ഷനാകുന്നത്. പത്രോസ് പറഞ്ഞു, രാവ് മുഴുവൻ വലയിട്ടതാണ്, ഒരു മീൻ പോലും കിട്ടിയില്ല. യേശു പറഞ്ഞു, നീ ഇവിടെ വലയിട്ടുകൊള്ളുക. ആ വല നിറയെ മീൻ കിട്ടി. ഇതിൻ്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ. പ്രതിസന്ധിയുടെ നടുവിൽ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ദൈവം നമ്മെ രക്ഷിക്കും. ഇതാണ് ക്രിസ്മസിൻ്റെ പൊരുൾ. യേശുക്രിസ്തു ലോകത്ത് അവതീർണനായത് മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്നും അവൻ്റെ ജീവിത പ്രതിസന്ധികളിൽ നിന്നും അവൻ അപ്രതീക്ഷിതമായി നേരിടുന്ന ദുര്യോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. 1223 ആദ്യത്തെ ക്രിബ് ഉയരുന്നത്. അത് ഫ്രാൻസിലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ തലേവർഷം ഇറ്റലിയിൽ 1222 ഒരു കൊച്ചു സംഭവം ഉണ്ടായി. ഇറ്റലിയിലെ ജനങ്ങൾ അന്ന് ഉണ്ണിയേശുവിൻ്റെ രൂപം പുറത്തെടുത്തു വയ്ക്കും. ഫ്രാൻസിസ്കോ, ലയോ എന്നിങ്ങനെ 2 കുട്ടികൾ ചേർന്ന് ഉണ്ണിയേശുവിൻ്റെ രൂപം പുറത്തെടുത്തു വെച്ചു. അത് 24-ാം തീയതിയായിരുന്നു. 25-ാം തീയതി രാവിലെ വന്ന് നോക്കുമ്പോൾ ക്രൈസ്റ്റിൻ്റെ രൂപം കാണുന്നില്ല. ഫ്രാൻസിസ്കോ വിളിച്ചു പറഞ്ഞു, മൈ ക്രൈസ്റ്റ് ഈസ് മിസ്സിങ്. ഒരു വലിയ പ്രതിസന്ധി നേരിട്ടിരിക്കുന്നു. എൻ്റെ ക്രിസ്തുവിനെ എനിക്ക് നഷ്ടമായിരിക്കുന്നു. അന്ന് ഫ്രാൻസിസ്കോ ഒരു തീരുമാനമെടുത്തു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഉണ്ണിയേശുവിനെ ചേർത്ത് വയ്ക്കും. ആ വീട്ടിൽ മറ്റൊരു രൂപം കൂടി ഉണ്ടായിരുന്നു. ആ ഉണ്ണിയേശുവിനെയും വഹിച്ചുകൊണ്ട് ഫ്രാൻസിസ്കോ ആ രാത്രി മുഴുവൻ പുറത്ത് കിടന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉറക്കം നഷ്ടപ്പെട്ട ലയോ വീട്ടിൽ നിന്ന് പതിയെ ഉണർന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന് ഫ്രാൻസിസ്കോയെ നോക്കി. ഫ്രാൻസിസ്കോ ഉണ്ണിയേശുവിനെ നെഞ്ചിൽ ചേർത്ത് വെച്ച് കിടക്കുകയാണ്. അതാണ് ആദ്യത്തെ ലൈവ് ക്രിസ്മസ് എന്നാണ് പറയുന്നത്. ആ രൂപം തിളങ്ങുന്നത് പോലെ ഫ്രാൻസിസ്കോയുടെ കണ്ണുകളും തിളങ്ങുന്നത് ലയോ വായിച്ചെടുത്തു. ലയോ പറഞ്ഞു, നിന്റെ കണ്ണുകൾക്ക് എന്ത് തിളക്കമാണ്, ഉണ്ണിയേശുവിനെ പോലെ തന്നെ തോന്നുന്നു നിന്നെയും. ഇതാണ് പ്രതിസന്ധിയെ ഏറ്റവും ആത്മാർത്ഥമായി നേരിടുന്നവർക്ക് ഉണ്ടാകുന്ന അനുഭവം. ക്രിസ്തു അവരിലേക്ക് കടന്നു വരികയാണ്. ക്രിസ്തുവിൻ്റെ കണ്ണിൻ്റെ തിളക്കവും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശയും അവരുടെ ജീവിതത്തെ നിറയ്ക്കുകയും അവരെ പ്രതിസന്ധികളിൽ നിന്ന് സാവധാനം രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഒരു വിശ്വാസത്തിലേക്കുള്ള മുന്നേറ്റമാണ് ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ വിശ്വാസം നമ്മിൽ എല്ലാവരിലും നിലനിൽക്കട്ടെ എന്ന പ്രത്യാശയോടെ ഈ
ക്രിസ്മസിൻ്റെ എല്ലാവിധ നന്മകളും സ്നേഹവും നിങ്ങൾക്ക് ഏവർക്കും നേർന്ന് ഞാൻ നിർത്തുന്നു. നന്ദി.